ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ഫീബറ്റി ബേബി OET ഇൻസ്ട്രക്ടർ. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് OET റീഡിങ്ങിൻ്റെ പാർട്ട് എയുടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ടിപ്സുകളൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കാം, OET പഠിച്ചിട്ടുള്ളവരായിരിക്കാം, OET റിപ്പീറ്റേഴ്സായിട്ട് ട്രൈ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ OET ആദ്യമായിട്ട് പഠിക്കുന്നവരായിരിക്കാം. ബട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന ഈ ടിപ്സുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ തരുവാണ്. ബിക്കോസ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ്. നിങ്ങളിത് എന്ത് ചെയ്യണം, ഓരോ OET റീഡിങ്ങിലും അല്ലെങ്കിൽ OET റീഡിങ്ങിൻ്റെ പാർട്ട് എയുടെ സമയത്ത് നിങ്ങൾ ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിനകത്ത് വരുന്ന ഡിഫറൻസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ OET റീഡിങ്ങിന് എക്സ്ക്ലൂസീവായിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ OETയുടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്പറിൽ ഞാൻ ഇതിൻ്റെ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ OET റീഡിംഗ് പാർട്ട് എയുടെ ടിപ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പാരഗ്രാഫ് ഹെഡിങ്സ് ആണ്. അതായത് ഈ പാരഗ്രാഫ് ഹെഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എന്ത് ചെയ്യേണ്ടിണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ. അതായത് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഓക്കെ ഇന്ന പാരഗ്രാഫിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു 15 മിനിറ്റ്സാണ് OET റീഡിങ്ങിൻ്റെ പാർട്ട് എക്ക്. ആ 15 മിനിറ്റ്സിൽ 1 മിനിറ്റ് നമ്മൾ എടുത്തുകൊണ്ട് ഈ പാരഗ്രാഫ് അത് തന്നെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം ആ 1 മിനിറ്റ് സമയം കൊണ്ട്. എന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇത് ഏത് പാരഗ്രാഫിലേക്കാണോ ആ പാരഗ്രാഫിലേക്കായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സബ് ടൈറ്റിൽ വിത്ത് എക്സ്ട്രാ ഡാർക്ക് ഇൻ കളർ. അതായത് ഈ പാരഗ്രാഫിൻ്റെ താഴെ തന്നെ പലപ്പോഴായിട്ട് നമുക്ക് എന്തുണ്ടാവുക, ഈ സബ് ടൈറ്റിൽ ഡാർക്ക് ഇൻ കളർ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റഡ് കളറുമായിട്ട് അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ഡാർക്ക് കളറിൽ എന്ന് സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു 90% അവിടെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റപ്പെട്ട ആൻസറുകളോ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. വൈൽ പ്രാക്ടീസിങ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ടിപ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ക്ലിയർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സ്പെസിഫിക് നെയിംസ് ഓഫ് ഡിസീസ് കണ്ടീഷൻ. അതായത് നമ്മുടെ OET റീഡിങ്ങിൻ്റെ പാർട്ട് എയിൽ ഇപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് നെയിംസ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ആൻസറുകളോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ടിപ്സും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പെർസെൻറ്റേജ്, കാൽക്കുലേഷൻ, നമ്പേഴ്സ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനെയെല്ലാം നിങ്ങൾ OET റീഡിങ്ങിൻ്റെ പാരഗ്രാഫിലോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽസിലോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്തിടുക അല്ലെങ്കിൽ നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ച് അതൊന്ന് മാർക്ക് ചെയ്തിടുക. ഇതും നമ്മുടെ ആൻസറിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്ന ഒരു ടിപ്സ് ആയിരിക്കാം. ഓക്കെ, ഇനി അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ സ്കെയിൽ ഓഫ് കമ്പാരിസൺ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സ്കെയിൽസ് ഓഫ് കമ്പാരിസൺ നിങ്ങൾ OET റീഡിങ്ങിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒരു 100%ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്താമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു നോട്ടായിട്ട് എഴുതിയെടുക്കുക. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ OET റീഡിങ്ങിൽ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും കോളംസോ റോസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ നെഗറ്റീവ് എക്സ്പ്രഷൻ, അതൊരു അനദർ ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ്. നെഗറ്റീവ് എക്സ്പ്രഷനും ഉണ്ടാവും, പോസിറ്റീവ് എക്സ്പ്രഷനും ഉണ്ടാവും. പോസിറ്റീവ് എക്സ്പ്രഷനേക്ക് കൂടുതൽ നിങ്ങളുടെ ആൻസറുകൾ റിലേറ്റഡ് ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എക്സ്പ്രഷൻ്റെ സമയത്തായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ കാണപ്പെടുന്നത് നെഗറ്റീവ് എക്സ്പ്രഷൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിടുക. അവിടെ നിങ്ങളുടെ ആൻസറുകൾ എന്തായാലും ഒരു ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ അബ്രിവേഷൻസ് ഒക്കെ നമുക്കറിയാം അല്ലേ, അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് അതെന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ ആൻസറുകളിലേക്ക് എത്തപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ 9ാമത്തെ ടിപ്പാണ് റീഡ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് മാച്ച് ദ ടെക്സ്റ്റ്. അതായത് ക്വസ്റ്റ്യനുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഓരോ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് കാണും അല്ലേ, ഇന്ന വിഷയം ഇന്ന എന്തായിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും അതെന്ത് ചെയ്യണം, നമ്മുടെ മാച്ച് ദ ടെക്സ്റ്റ്, അത് ടെക്സ്റ്റുമായിട്ട് മാച്ച് ആകപ്പെടുന്നുണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ, അതായത് ലെസ് ദാൻ 30 സെക്കൻഡുകളുള്ളിൽ തന്നെ നിങ്ങളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കപ്പെടണം. ഇനി 10ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ദ ക്ലൂസ് ഡ്യൂറിങ് ദ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. എന്തായാലും നമുക്കറിയാം അല്ലേ എന്താണ്.
അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കിമ്മിങ് എന്താണ്, സ്കാനിങ് എന്താണെന്ന് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്യപ്പെടണം. എന്ത്? സ്കിമ്മിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്ലൂസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. 10ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഈച്ച് 4 ടെക്സ്റ്റ്. അതായത് ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ 4 ടെക്സ്റ്റുകൾ ഉണ്ടാവും. ഈ 4 ടെക്സ്റ്റുകൾ എന്തുണ്ടാവും? കോറിലേറ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ ഇത് എന്തിനെ തുടർച്ചയുള്ളതാണ് എന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ലെസ് ദാൻ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കപ്പെടണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ, എങ്ങനെ ഇത് ആൻസറിലേക്ക് എത്താം എന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ താഴെ കാണുന്ന ഇൻബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും OET നിങ്ങൾക്ക് എടുത്തു തരുന്നതുമാണ്. ഓക്കെ, താങ്ക്